എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026 എങ്ങനെയാണ് നോക്കുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് മാർച്ച് 2026. Eight of Cups, Four of Wands, King of Swords, Lovers energy, Three of Cups, Three of Pentacles, Three of Cups energy. Okay, എന്തായാലും റീഡിങ്സിലേക്ക് കിടക്കാം. നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു മാസം വളരെയധികം തൃപ്തിയും സന്തോഷവും നൽകുന്ന ഒരു മാസമായിരിക്കും. ഒത്തിരി അത്യുത്സാഹവും സന്തോഷവും നിറഞ്ഞ സമയം എന്ന് പറയും. 8 of Cups എനർജി കണക്ഷൻസ് ആണ്. ഓർമ്മകൾ കൂടുതലായിട്ട് അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല. കാരണം പഴയ കാലത്തിൽ ഇപ്പോൾ നമ്മൾ നൊസ്റ്റാൾജിയ പറയല്, നമ്മളിപ്പോൾ പഴയ ഗ്രാമത്തിലൊക്കെ ജനിച്ച് വളർന്നിട്ടുള്ള ആളുകളായിരിക്കും, ഇപ്പോൾ താമസിക്കുന്ന വലിയ സിറ്റിയിലായിരിക്കാം. അപ്പോൾ പഴയ ഗ്രാമത്തിലുണ്ടായിരുന്നതും ആ നാടൻ രീതികളും അവിടുത്തെ പച്ചപ്പും ഹരിതാഭയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ പറയുകയാണെങ്കിൽ മനസ്സിനൊരു സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാം. അതൊന്ന് സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങനെയുള്ള പഴയ കാര്യങ്ങളെ ആലോചിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പഴയ കാലത്ത് അത് നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളും അതൊക്കെ നിങ്ങൾ ഒത്തിരി സന്തോഷമായിട്ടാണ് ഓർക്കുന്നത്. എങ്കിലും ഇവിടെ നിങ്ങളിപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ചില ആളുകൾ ഇപ്പോൾ നിങ്ങൾ സിറ്റിയിലായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ നിങ്ങളൊരു ജോലിയിലായിരിക്കും, മറ്റെന്തെങ്കിലും തരത്തിലുള്ള സിറ്റുവേഷനിൽ പണ്ടത്തെ നിന്ന് ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നിങ്ങളിപ്പോൾ ജീവിത സാഹചര്യങ്ങൾ, ലൈഫ് സ്റ്റൈലെല്ലാം. അപ്പോൾ നിങ്ങൾ ഈ പഴയതിലേക്ക് മടങ്ങി പോകാൻ, അതായത് നമ്മൾ കുറേ നാളുകൾ വർഷങ്ങൾ ഒരു ഇതിൽ നിൽക്കുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ വരുമ്പോൾ അത് എത്ര സുന്ദരമായിരുന്നു. നമ്മൾ പൊതുവെ ആളുകൾ പറയുന്നു അന്ന് എത്ര സുന്ദരമായിരുന്നു എന്ന്, പഴയ കാലത്ത് എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ അത് എത്ര സുന്ദരമാണെങ്കിലും അത് നിങ്ങളുടെ ഭൂതകാലമാണ്. നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് തീർത്തിട്ടാണ് ഇതിലേക്ക് വന്നത്. ഇനി അതിലേക്കൊരു മടങ്ങിപ്പോക്ക് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ ചിലപ്പോൾ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് മാറിയ ആളുകളും നാട്ടിലേക്ക് തിരിച്ചു വരാൻ ചിന്തിക്കുന്നവരുണ്ടാവാം. അപ്പോൾ പല കാരണങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് പല കാര്യങ്ങളും ഉണ്ട്. തിരിച്ച് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നാട്ടിലുള്ളവർ തന്നെയാണെങ്കിൽ നിങ്ങൾ പണ്ട് ജീവിച്ചിരുന്ന അതേ സാഹചര്യം അല്ല അവിടെ ഇപ്പോൾ ഉള്ളത്, അതിലും മാറ്റം വന്നിട്ടുണ്ട്. ഡോണ്ട് ഗോ ബാക്ക് ടു നിങ്ങൾ ഒരിക്കൽ ഇട്ടിട്ട് പോന്നിട്ടുള്ള കാര്യത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കുക. അതിനൊരു സ്ഥലമാണെങ്കിലും ഒരു ജോലിയാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും, ഈവൻ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർ തിരിച്ച് ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ കണ്ടുമുട്ടുന്നുണ്ടാവും, ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഒരിക്കൽ വേണ്ടെന്ന് വെച്ചത് വീണ്ടും തിരിച്ചെടുക്കുക. അത് നിങ്ങളുടെ നല്ലതിനല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ലൈഫ് മുന്നോട്ടേക്കാണ് പോകേണ്ടത്, മുന്നോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ഫോർ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ളൊരു ജീവിതം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആഗ്രഹിച്ച പോലത്തെ ഒരു വീട്, ആഗ്രഹിച്ചൊരു ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു നെക്സ്റ്റ് ചാപ്റ്റർ, അടുത്ത അധ്യായം തുടങ്ങുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അത് നിങ്ങളുടെ ജീവിതത്തിലൊരു അർത്ഥം കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ചില ബന്ധങ്ങൾ, പുതിയ ചില ബന്ധങ്ങളാവാം. ചില ആളുകളെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയായിട്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ അമ്മയായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാം. അതിന് പല കാരണങ്ങളുണ്ടാവാം. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ, നിങ്ങൾ പ്രായം ആകുന്തോറും നിങ്ങളെന്ന് പറയുന്ന നിങ്ങളുടെ വ്യക്തിത്വത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറയാൻ, നിങ്ങളെന്ന് പറയുന്ന ഒരു പ്രത്യേക വ്യക്തിയാണ്. ഇതുവരെ ചിലപ്പോൾ അമ്മ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തി പാരൻസ് എന്നുള്ള രീതിയിൽ അവർ പറയുന്നത് മാത്രം കേട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നതാവാം. പ്രത്യേകിച്ച് ഇപ്പോൾ ആ ഒരു ടീനേജ് അല്ലെങ്കിൽ യങ്സ്റ്റർ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള തരത്തിലൊക്കെയുള്ള മാറ്റങ്ങൾ ഫാമിലിയിൽ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നല്ല മയത്തിൽ കൈകാര്യം ചെയ്യാം.
എന്നുള്ളതാണ്. പിന്നെ പുതിയ ബന്ധങ്ങൾ, ഇപ്പോൾ വിവാഹം, പുതിയ വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഹൈ പൊസിഷനിൽ എത്താനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്പിരിച്വൽ വിസ്ഡം, നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു, അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുസ്തകങ്ങൾ, വായന, ഫിലോസഫി, സൈക്കോളജി ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും ഒക്കെ നിങ്ങൾ ഒരു തരത്തിൽ പല നേട്ടങ്ങൾ, അതായത് സാമ്പത്തികവും ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പൊതുവേ ഏത് പ്രായഭേദമന്യേ നിങ്ങൾ കുറച്ചുകൂടി പല കാര്യങ്ങളിൽ അറിവ് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുസ്തകങ്ങൾ, വായന, യാത്രകൾ, ഇപ്പോൾ ഫോറിൻ ട്രാവൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ റിസർച്ച്, അതുപോലുള്ള പഠന അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി മികവ് നിങ്ങളിലുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നല്ലൊരു അവയർനെസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യത്തെക്കുറിച്ചും, അതായത് എന്ത് കാര്യത്തെക്കുറിച്ചാണ് അവയർനെസ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലല്ല, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാണ്ട്, പുതിയ അറിവുകൾ നേടണം, വായിക്കണം, മനസ്സിലാക്കണം, യാത്രകൾ ചെയ്യണം, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചിട്ട് കൂടുതൽ അവയർനെസ് ഉണ്ടാക്കണം എന്നൊക്കെയുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇപ്പോൾ ടിക്കറ്റ്സൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ടാവും, ഫ്ലൈറ്റ് ടിക്കറ്റ്സൊക്കെ ബുക്ക് ചെയ്യുന്നു, മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളിൽ, മാസങ്ങളിൽ യാത്രകൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ഇതുവരെ നിങ്ങൾ ഒത്തിരി യാത്രയൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം, പക്ഷേ അതിന് ആക്ഷൻ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കുകയാണ്, അതായത് ചെയ്താലേ അത് മുന്നോട്ടേക്ക് വരുവുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ ഇരുന്ന് നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് നാളെ നീളെ എന്ന് പോകുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ ലവേഴ്സ് എനർജിയാണ്. മാരേജ് സിറ്റുവേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അത് സ്ട്രോങ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്, പ്രണയം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിവോഴ്സോ അല്ലെങ്കിൽ ബ്രേക്കപ്പോ നടന്നവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ചാൻസ് ലൈഫിൽ വരുന്നു എന്ന് പറയാം. അതായത് പുതിയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, അതൊരു പ്രണയം അല്ലെങ്കിൽ പിന്നെ അതൊരു വിവാഹത്തിലേക്ക് പിന്നീട് കലാശിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രണയമാകാം, അല്ലെങ്കിൽ ഒരു അറേഞ്ച് മാരേജ് എന്നുള്ള രീതിയിലൊക്കെ മാരേജും ആവാം. ആ ഒരു എനർജി സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അതേപോലെ തന്നെ 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് പറയാൻ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, നിങ്ങളുടെ കൊളീഗ്സ് നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ക്വാളിറ്റി നിങ്ങളുടെ സെൻസിറ്റീവാണ് നിങ്ങൾ. അതൊരു നല്ല കാര്യമാണ്. ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്നു, ആളുകളോട് വളരെ കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറുന്നു. പക്ഷേ എന്താണ്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ വളരെ സെൻസിറ്റീവ് ആകുമ്പോൾ നിങ്ങൾ കുറച്ച് പെട്ടെന്ന് സങ്കടം വരും, ദേഷ്യം വരും, ഇതൊക്കെയാവും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോലിയാണെങ്കിൽ ബിസിനസ് സാധ്യതകളും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കൊളാബറേഷൻ, എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ്, ഇപ്പോൾ യൂട്യൂബ് ചാനൽസൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് 3 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു 3 ഓഫ് കപ്സ് എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പേർപ്പസ് ലൈഫിൽ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ജീവിതം ഏത് രീതിയിലാണോ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, അതായത് വെറുതെ ജീവിച്ചു തീർക്കാൻ, ജീവിതം ഒരു ആഘോഷമാണ് എന്നുള്ള രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിതം ആസ്വദിച്ച് ജീവിക്കാനുള്ള ഒരു അവസരവും കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അവസരമുണ്ട്. അപ്പം പലതരത്തിൽ പാർട്ടീസ്, സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നിങ്ങളുടെ ഒരു വളരെ നല്ലൊരു എന്താ പറയുക, ആഡംബരങ്ങളും ഒത്തിരി സാമ്പത്തികമായിട്ട്
ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു. അതുപോലെ അതായത് നിങ്ങൾക്ക് ചിലവുകളും ഉണ്ടാകുന്നുണ്ട്. കാരണം നിങ്ങൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ്സ് കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ചിലവുകളും വരവുകളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഗിഫ്റ്റ്സ് ആകട്ടെ അല്ലാതെ സന്തോഷം തരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.